നമ്മൾ വെറുതെ കളയുന്ന പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ഞാനൊരു അടിപൊളി സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ നല്ല അടിപൊളി ബാഗൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ആരും കവറൊന്നും കളയണ്ട. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാനത് കാണിച്ചിട്ട് തരാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വെക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റും കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ ഈ ഒരു ബാഗ് ഉണ്ടാക്കാൻ ഇതേപോലുള്ള കവറുകളാട്ടോ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നത്. നമുക്ക് വേസ്റ്റായി നമ്മൾ ശല്യമായി മാറുന്ന ആ ഒരു കവറില്ലേ, ആ ഒരു കവറാണ് കേട്ടോ നമുക്ക് ആവശ്യം. അപ്പോൾ ഇനി മുതൽ ആർക്കും ഈ ഒരു കവർ ശല്യമായി മാറൂല. പിന്നെ നമുക്ക് വേണ്ടത് ഇതേപോലുള്ളൊരു കാർഡ്ബോർഡിൻ്റെ കഷ്ണമാണ് കേട്ടോ. നമുക്ക് ഇത് ഉണ്ടാക്കാൻ എല്ലാതും തന്നെ വേസ്റ്റ് മെറ്റീരിയലാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് കവറുകൾ ഇതേപോലെ എടുത്ത് ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കും. ഒന്ന് ആദ്യം ഒന്ന് ലെവൽ ചെയ്ത് ഒന്ന് ഷേപ്പാക്കി നല്ല വൃത്തിയിലാക്കിയ ശേഷം ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കുക കേട്ടോ. മടക്കിയെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കവറിൻ്റെ രണ്ട് വശം നമുക്ക് വേണ്ട കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കണം. അപ്പോൾ ഇങ്ങനെ ഈ ഒരു അടിവശം, കവറിൻ്റെ ഒരു അടിവശം നമ്മളിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്ത ശേഷം പിന്നെ നമ്മൾ ആ ഒരു മടക്കി വെച്ച ആ കവറിനെ ഇങ്ങനെ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. കവറിൻ്റെ ആ ഒരു കട്ട് ചെയ്തിട്ട് അതിൻ്റെ അടിവശം അതുപോലെ മുകൾ വശം രണ്ടും നമുക്ക് വേണ്ട കേട്ടോ. അപ്പോൾ അത് ഒഴിവാക്കിയിടണം. ആ നടുക്കുള്ള ആ ഒരു പീസുകൾ മാത്രം മതിയിട്ട് നമുക്ക്. അങ്ങനെ ഞാനിതാ നമ്മളെ കവറുകളൊക്കെ നല്ലപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. പല പല കളറുകളുണ്ട്. വെള്ളമുണ്ട്, അതുപോലെ റോസ് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, പച്ച ഉണ്ട്, അങ്ങനെ പല കളറും ഉണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്ത ശേഷം പിന്നെ നമുക്ക് വേണ്ടത് കാർഡ്ബോർഡാണ് കേട്ടോ. കാർഡ്ബോർഡിൽ കുറച്ച് പണികളുണ്ട്. അപ്പം അത് ചെയ്യാം. കാർഡ്ബോർഡ് എടുത്ത ശേഷം നമ്മളിങ്ങനെ സ്കെയിൽ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചിട്ട് കാർഡ്ബോർഡിൻ്റെ ആ ഒരു രണ്ട് ഭാഗം കൂടെ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതിൽ കണ്ടില്ലേ, അതേപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. ഞാൻ ഈ വീഡിയോയിൽ ചെയ്യണ പോലെ തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് പോവുക. നമുക്ക് ആ ഒരു മാർക്ക് ചെയ്യണ വശം കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത്. വലിയ ടൈമും കാര്യങ്ങളൊന്നും ആവില്ല കേട്ടോ ഈ ഒരു പണി ചെയ്യാൻ. ചെറിയൊരു ടൈം വെച്ചിട്ട് തന്നെ നമുക്കിത് നല്ല ഭംഗിയിൽ ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് ക്ഷമ അത്യാവശ്യമാണ്, വേറെ സംഭവങ്ങളൊന്നും ആവശ്യമില്ല. അപ്പോൾ നല്ല ക്ഷമ ഉണ്ടെങ്കിൽ നമുക്കിത് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാം. വെറുതെ നമ്മൾ കളയുന്ന ആ ഒരു വേസ്റ്റ് കവർ, നമുക്ക് വേസ്റ്റായി തോന്നുന്നതും നമ്മൾ എങ്ങനെ ഇതൊന്ന് ഒഴിവാക്കുന്ന കരുതി നിൽക്കുന്ന ആ ഒരു സാധനം കൊണ്ടാണ് നല്ല രീതിയിലുള്ള ഇത്രയും ഭംഗിയുള്ളൊരു സാധനം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ മാർക്ക് ചെയ്ത ആ വശത്തു കൂടെ നമ്മൾ കത്രിക വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതേപോലെ തന്നെ രണ്ട് വശത്ത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രണ്ട് വശം ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ കണ്ടില്ലേ, നമ്മളിങ്ങനെ ആ ഒരു കട്ട് ചെയ്ത് വെച്ച ആ കവറിൻ്റെ പീസ് ഇതേപോലെ കിട്ടും. എന്നിട്ട് നമ്മൾ അതൊന്ന് ലോക്ക് ചെയ്ത് ഒരു എന്താ പറയുക, ഒരു റോളാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. കണ്ടില്ലേ, സിമ്പിളായിട്ട് നമുക്ക് അതൊന്ന് ടൈറ്റാക്കി എടുക്കാം കേട്ടോ. കെട്ടിയെടുക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു കവർ എടുക്കുക. ആ കവറിനെ മറ്റേ കവറിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ അത് അവിടെ ലോക്കായി കിടക്കും കേട്ടോ. അങ്ങനെ നമ്മളെ കയ്യിലുള്ള മുഴുവൻ കവറുകളും നമുക്ക് ഇതേപോലെ ഒന്ന് ലോക്ക് ചെയ്തെടുക്കും. അങ്ങനെ നമ്മളെ കയ്യിലുള്ള കവറുകളൊക്കെ നമ്മൾ റോളാക്കി എടുത്ത ശേഷം പിന്നെ നമ്മളത് ആ ഒരു കാർഡ്ബോർഡിൽ വെച്ച് ഒന്ന് ടൈറ്റ് ചെയ്ത് അതിലൊന്ന് ചുറ്റിയെടുക്കാൻ പോവുകയാണ്. കണ്ടില്ലേ, ഇതേപോലെ കാർഡ്ബോർഡിൻ്റെ ഒരു തലയ്ക്കൽ ഇങ്ങനെ നമ്മൾ ആ ഒരു കവറിൻ്റെ പീസ് വെച്ചിട്ട് മറ്റേ തലയ്ക്കേക്ക് ഇങ്ങനെ ലോക്ക് ആ ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു വശത്തിലൂടെ ലോക്ക് ചെയ്ത് എടുക്കണം. ഇങ്ങനെ ചുറ്റിച്ചെടുക്കണം. അങ്ങനെ അതേപോലെ ബാക്കിലൂടെ എടുത്ത് അങ്ങനെ ചുറ്റിച്ച് ആ ഒരു കാർഡ്ബോർഡ് ഫില്ലാവണം. നമ്മൾ ആ ഒരു കത്രിക കട്ട് ചെയ്ത് വെച്ച ആ ഭാഗം മൊത്തം ഫില്ലാവണം വരെ നമ്മൾ ഈ ഒരു കവറിനെ ആ ഒരു കട്ട് ചെയ്ത ഭാഗത്തിലൂടെ ചുറ്റിയെടുക്കണം. ഇങ്ങനെ ചുറ്റിയെടുക്കാൻ സിമ്പിളല്ലേ, നല്ലൊരു രസമാണ് ഇങ്ങനെ ചുറ്റിയെടുക്കാൻ കേട്ടോ. അപ്പോൾ ആ ഒരു വിടവിലൂടെ ഇങ്ങനെ നമ്മൾ ആ ഒരു കവർ ഇങ്ങനെ എടുക്കുക, പിന്നെ താഴത്തോടെ എടുക്കുക, പിന്നെ മുകളിലൂടെ പൊന്തിക്കുക, പിന്നെ അതേപോലെ ഇങ്ങനെ എടുത്ത് കൊണ്ടുപോവുക. ഇത്രയും പണിയുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മളൊരു വരിയായിട്ട് അങ്ങനെ ചുറ്റിയെടുത്തു. പിന്നെ ആ ബാക്കിയുള്ള പീസ് നമ്മളൊരു ആ ഒരു ചുറ്റിയെടുത്ത ഭാഗത്ത് വെച്ചിട്ട് തന്നെ ഒന്ന് ലോക്ക് ചെയ്യണം. ഒന്ന് മുറുക്കി ടൈറ്റ് ചെയ്ത് കെട്ടുക. എന്നിട്ട് പിന്നെ നമ്മൾ പായ മുടയൂടെ അങ്ങനെ മുടഞ്ഞെടുക്കുക. അങ്ങനെ ഒന്ന് താഴത്തു കൂടെ ഒന്ന് മുകളിലൂടെ ഒന്ന് താഴത്തു കൂടെ ഒന്ന് മുകളിലൂടെ എടുത്തെന്ന് അതൊന്ന് ഫില്ലായി ഒന്ന് മടഞ്ഞെടുത്ത് കൊണ്ടുവരണം. അപ്പോൾ ഇതേപോലെ താഴത്തേക്കൂടെ എടുക്കുക, മുകളിലൂടെ എടുക്കുക, താഴത്തേക്കൂടെ എടുക്കുക, മുകളിലൂടെ എടുക്കുക. അപ്പോൾ ഇത്രയും പണികൾ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് എടുത്ത് കൊണ്ടുവരിക. അത് ടൈറ്റായിട്ട് ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് കൊടുക്കുക. നമ്മളൊരു പായ മുടയുന്ന പോലെ തന്നെയാണ് കേട്ടോ ചെയ്യേണ്ടത്.
മക്കൾക്കും ചെയ്യാം കേട്ടോ. മക്കളെ കൊണ്ടും ഇതൊക്കെ ഒന്ന് ചെയ്യാൻ പഠിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ ഓൽക്കും തന്നെ ഈ ഒരു ഫോണുമായിട്ടുള്ള ആ ഒരു കളി കുറച്ച് കുറയും. അപ്പോൾ ഞാനിതവിടെ നമ്മുടെ ആ ഒരു കവർ വെച്ചിട്ട് ഇങ്ങനെ നല്ല രീതിയിൽ മടഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ ഈ വശം കേട്ടോ, അപ്പുറം വശം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. കണ്ടില്ലേ, ഈ ഒരു വശം നമുക്ക് കത്രിക വെച്ചിട്ട് കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതെങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ കത്രിക വെച്ചിട്ട് ഇങ്ങനെ ആ ഒരു കവറിൻ്റെ ആ ഒരു ഭാഗം ഇങ്ങനെ ഒന്ന് ചേർത്ത് കട്ട് ചെയ്ത് കൊടുത്താൽ മുഴുവനായിട്ട് മുറിഞ്ഞ് കിട്ടും. കണ്ടില്ലേ, അപ്പോൾ ഞാൻ അത് മുഴുവനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ഭാഗമാണ് ഈ കാണുന്നത്. എന്നിട്ട് നമ്മൾ ആ ഒരു കട്ട് ചെയ്ത ഭാഗം ഒന്നിങ്ങനെ ആ ഒരു കവറിൽ നിന്ന് അഴിക്കണം. എന്നിട്ട് നമുക്ക് ആ അഴിച്ചെടുത്ത വശം ഇങ്ങനെ 2 വശം കൂടെ അങ്ങനെ കെട്ടി കൊടുക്കണം. അപ്പോഴാണ് അത് ടൈറ്റായി നിൽക്കുക. ഞാൻ ഇപ്പോൾ ആ ഒരു കാർഡ്ബോർഡുമ്പോൾ വെച്ചിട്ട് തന്നെയാണ് കെട്ടുന്നത്. അപ്പോൾ അത് അത്രയ്ക്ക് അങ്ങോട്ട് ശരിയാവണില്ല. നമ്മൾ ആ ഒരു കാർഡ്ബോർഡിൻ്റെ പീസിൽ നിന്ന് എടുത്ത ശേഷം കെട്ടുമ്പോഴാണ് അതൊന്ന് ടൈറ്റായി നിൽക്കുക. അപ്പോൾ എല്ലാവരും അതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ആ ഒരു ഭാഗം എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ കെട്ടേണ്ട, ആ ഒരു കാർഡ്ബോർഡിൻ്റെ പീസിൽ നിന്ന് എടുത്ത ശേഷം കെട്ടുന്നതാണ് ഒന്നും കൂടെ നല്ലത്. അപ്പോൾ 2 വശം നമ്മളെ കവറ് നല്ലപോലെ ഒന്ന് കെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ടൈറ്റായി കെട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ കവറിനെ ഒന്ന് മറിച്ച് വെക്കണം. ഇതേപോലെ ഒന്ന് മറിച്ച് വെക്കുക. കണ്ടില്ലേ, ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് എന്ത് വേണം, ഇപ്പോൾ പകുതി അപ്പുറം കുറച്ചും കൂടെ കവറുകൾ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു 2 മടക്കി വെച്ച് ആ 2 ഭാഗത്തുള്ള കവറും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കൂട്ടിക്കെട്ടി കൊടുക്കണം. അപ്പോൾ എല്ലാ ഭാഗവും അതേപോലെ ഒന്ന് കൂട്ടിക്കെട്ടി കൊടുക്കുക. അങ്ങനെ 2 വശവും കൂട്ടിക്കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ആ ഒരു ഭാഗം ഒന്ന് ഒരുമിച്ച് പിടിച്ചിട്ട് കത്രിക വെച്ചിട്ട് ആ ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗങ്ങളൊന്നും നമുക്ക് വേണ്ട. ബാക്കിയുള്ള വശങ്ങൾ നല്ല ആ ഒരു മെടഞ്ഞിട്ടത് മാത്രം മതി. അപ്പോൾ ബാക്കിയുള്ള ഈ ഒരു തുമ്പൊക്കെ ഒന്ന് വെട്ടി കട്ട് ചെയ്ത് ഒന്ന് വൃത്തിയിലാക്കി കൊടുക്കണം. പിന്നെ നമ്മൾ ആ ഒരു കവറിനെ ഒന്ന് മറിച്ചിടണം കേട്ടോ. ആ ചീത്ത വശം ഉള്ളിലേക്കാക്കിയിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ആ ഒരു ഭാഗം എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ട്. അപ്പോൾ അത് കട്ടായിട്ടുണ്ട്. അതും ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. നമുക്കറിയാലോ ആ ഒരു നല്ല വശം ആക്കിയെടുക്കാൻ നമ്മൾ ആ ഒരു കവർ എങ്ങനെയാണ് മറിച്ചെടുക്കേണ്ടതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതേപോലെ ഒന്ന് മറിച്ചെടുത്താൽ മതി. അപ്പോൾ പിന്നെ അതിനൊരു വള്ളിയും കൂടെ വെച്ച് കൊടുത്താൽ, നമ്മൾ ഈ ഒരു കവർ വെച്ചിട്ട് തന്നെ ഒന്ന് വള്ളിയും കൂടെ വെച്ച് കൊടുത്താൽ നല്ലൊരു ബാഗ് റെഡി ആയിട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ബാഗ് ഒന്ന് ഉണ്ടാക്കാൻ എല്ലാവരും ഒന്ന് ശ്രമിക്കുക. നമ്മൾ പ്ലാസ്റ്റിക് വേസ്റ്റ് വെച്ചിട്ടല്ലേ നമ്മൾ ഇത്രയും നല്ലൊരു ബാഗ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതേപോലെ ഒന്ന്